ഓക്കെ പോന്നാ. റെയിൻ കോട്ട്, കുടിക്കാനുള്ള വെള്ളം, പേഴ്സ്, ഹെഡ്ഫോൺ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ കമൺ ക്വിക്ക്. എന്തിനു ക്വിക്ക്? പയ്യപ്പോൾ ഓർഡർ അടിച്ചില്ല. എന്തോന്നും ഓർഡർ അടിക്കാത്ത, ഭയങ്കര ഡിലേ ആയിരിക്കണം. ഇപ്പോൾ ആരും ഓർഡർ ചെയ്യണില്ല ഫുഡൊന്നും. ബൈസൺ എന്തോന്നും പൈസ കാണിക്കണം. നീയെങ്കിലും പറ, ഫുഡ് ഓർഡർ കഴിക്കാൻ പറ ആൾക്കാരുടെ അടുത്തൊക്കെ. ഭയങ്കര ഷോക്കായിരിക്കണം. പോസ്റ്റ് എന്ന് പറയുമ്പോൾ KSB പോസ്റ്റ് ഒന്നും അല്ല, അതിനും വലിയ പോസ്റ്റ് ആയിരിക്കണം. ഓക്കെ പോന്നാ. കമൺ പോയിട്ടാ. ഓക്കെ ബൈസൺ ഓക്കെ ആണല്ലോ, വേറെ വിഷയമൊന്നുമില്ല. വിഷയങ്ങൾ ഇഷ്ടം പോലെ ചിലവാങ്ങ് പൈസ ഉണ്ടോ? സംഭവം ബൈസനടുത്ത് വായിൽ വേണ്ട സമയമായി. ഇനി ഒരു 400 കിലോമീറ്റർ പോകുള്ളൂ. പിന്നെ ലൂബ് അടിക്കാനുള്ള കാര്യം പെൻഡിങ്ങിൽ അടക്കുകയാണ്. ഇവിടുത്തെ മതിൽ ശരിയാവാറേ കേട്ടാ. ഇനി ഒരാഴ്ചയും കൂടെ, ഒരാഴ്ചയിൽ 1 മാസം എടുക്കുമായിരിക്കും. നമ്മളങ്ങനെ എപ്പോഴും പോലെ പൂജപ്പുരത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കണം ഓർഡർ ചെയ്യില്ലെന്നുള്ളത്. ഇപ്പോൾ എന്ത് ചെയ്യാൻ, ഇങ്ങോട്ട് പോകാൻ ബൈസൺ എന്തെങ്കിലും ഒരു പോകാൻ വഴി പറഞ്ഞിതാ. എനിക്ക് സത്യം പറഞ്ഞാൽ വട്ട് പിടിക്കുന്നു. എന്ത് ചെയ്യാൻ പറഞ്ഞാൽ നിൽക്കുകയാണ്. കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യാണ്, ബ്രോ ദിവസം വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ സിറ്റുവേഷൻ ആയിപ്പോയില്ലേ. എല്ലാത്തിനും മൈൻഡ് സെറ്റാണ് കാര്യം. ഈ മൈൻഡ് എപ്പോഴും നല്ല പോസിറ്റീവ് ആക്റ്റീവായിട്ടിരുന്നാലേ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ദ റീസൺ ഓഫ് ദ ഡിലേ ഓഫ് വ്ളോഗ്. ഇപ്പോൾ നമുക്ക് നേരെ എങ്ങോട്ട് പോകാൻ, സാധാരണ നമ്മൾ ഇപ്പോഴും പോകുന്നത് ജഗതി വഴിയേക്കാടാണ്. ഇപ്പോൾ നമുക്ക് നേരെ കരമനയിലോട്ട് പോകാം. അവിടെ നിന്ന് നമുക്ക് റൂട്ട് മാറ്റി പിടിച്ച് വേറെ അങ്ങോട്ടിൽ പോകാം. എപ്പം നോക്കിയാലും പട്ടം, കേശവസപുരം, ശ്രീകാര്യം, അങ്ങനെ കഴക്കൂട്ടം വരെ പോകും. അത് പോയി മടുത്തേ പോയി. അങ്ങനെ ഐശ്വര്യമായിട്ട് ഫാസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇത് എവിടെ? കാപ്സ് ക്രീമർ. ഇതെവിടെയാണത്? ശാസ്ത്രി നഗർ, കുഞ്ചാലമ്മൂട്, കരമന. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം കുഞ്ചാലമ്മൂടാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ ബാക്കിലോട്ടാ. ഓ മൈ ഗോഡ്, ബാക്കിലോട്ടാണെങ്കിൽ നമ്മളിപ്പോൾ യൂട്ടേൺ എടുക്കണമല്ലോ. ഇത് എവിടെ ലൊക്കേഷൻ പറഞ്ഞു? ഇവിടെ ഞാൻ പോയിട്ടേ ഇല്ല കേട്ടാ. തമലാണല്ലേ, ക്ലൗഡ് കിച്ചനായിരിക്കും. അപ്പോൾ ഇത് കാത്ത് പോനാ ഓസേല നിൽക്കാതെ ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് കറുപ്പ് മൂവിയിലെ പാട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ റീൽസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട്. ഇതുവഴി പോയാൽ റൈറ്റ് കയറി പോകണോ നേരെ റൈറ്റ് പോകണോ? 2 റൈറ്റ് ഉണ്ട്. നമുക്ക് നേരെ റൈറ്റ് പോകില്ല, നമുക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റും. സ്പീഡ് കമോൺ ഗോയ്സ്. നമ്മുടെ ബൈസിൻ്റെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് നല്ലപോലെ. കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ് കംപ്ലൈൻറ്റ് ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശരിയായി ഓട്ടോമാറ്റിക്കായിട്ട്. എങ്ങനെയാണെന്തോ ഇവിടെ ലൊക്കേഷൻ കാണിക്കുന്നത് ഏതിനെ? കാപ്സ് ക്രീമറി. ഓക്കെ പോന്നാ. ഓക്കെ ന്യൂയോർക്ക് കുക്കി പൈ പിക്ഡ്. പുതിയൊരു ഐറ്റം ഉണ്ട്, കുക്കീസ് ആക്കി, ബിസ്ക്കറ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ പോകാം. മണി ഇപ്പോൾ കറക്റ്റ് 6:58 ആയിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കുണ്ടപ്പൻ കടവാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 7 കിലോമീറ്റർ ദൂരമുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. കുറച്ച് ലോങ് ഓർഡറാണ് ആദ്യം തന്നെ. 7 കിലോമീറ്ററിന് 70 രൂപ കിട്ടുമായിരിക്കും. കൊള്ളാം, സൂപ്പർ. ഇതേപോലെ ഒരു 5-6 ഓർഡർ അടിച്ചാൽ മതി. വേറെ ഒന്നും നമ്മൾ ചോദിക്കുന്നില്ല. ചുമ്മാ 25 രൂപയ്ക്ക് 21 രൂപയ്ക്ക് ഓർഡർ അടിക്കും ലൈവ് ചെയ്ത്. അതിനൊക്കെ പിക്കപ്പ് 2 കിലോമീറ്റർ ഉണ്ട്, ഡ്രോപ്പ് 2 കിലോമീറ്റർ. 4 കിലോമീറ്റർ പോകണമെങ്കിൽ 25 രൂപയാണ്. സമയവും പോയി, കിലോമീറ്റർ കൂടുതൽ ഓടി. അപ്പോൾ അതുപോലത്തെ ഓർഡർ ലൈവ് അടിക്കാൻ പാടില്ല. നമുക്ക് ഇപ്പോഴത്തേക്ക് വേണ്ടി ഓർഡർ എന്ന് പറഞ്ഞാൽ വീടുകളിൽ മാത്രം മതി. എല്ലാവരും 5-6 കിലോമീറ്റർ ദൂരം വേണം, അത്രയും വേണം. മീൻ, ഫ്രഷ് മീൻ വിൽക്കുകയാണല്ലോ. എനിക്ക് ഫ്രഷ് മീൻ കാണുമ്പോഴേ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് പൊരിച്ച് ഇതിനെ കൊതിയാണ്. പക്ഷെ നമ്മൾ ജോലി തിരക്ക് കാരണം നമ്മൾ ലാസ്റ്റ് വാങ്ങാൻ നോക്കുമ്പോൾ ഒന്നും കാണില്ല ആ സമയത്ത്. അതാണ് ഏറ്റവും വിഷമുള്ള കാര്യം. അറിയാമോ, മീനൊക്കെ വാങ്ങിച്ച് ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ നാറിപ്പോകും. മസാല ദോശക്കകത്ത് മീനിൻ്റെ മണോട് ചാലിച്ചു കസ്റ്റമർ ചീത്ത വിളിക്കും. എന്നടാ അമ്പി ഇപ്പിടിയാടെ കൊണ്ടുവരാൻ വെജിറ്റേറിയൻ സാപ്പാടില്ല ചോദിക്കും. പക്ഷെ എൻ്റെ അമ്മ ഒത്തിരി സ്മെല്ല്. ഇത് ആരെങ്കിലും വാള് വെച്ച് കഴിഞ്ഞാൽ എത്ര ദൂരം സ്മെല്ല് വരുമോ? എനിക്ക് തോന്നുന്നത് കോർപ്പറേഷൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സ്മെല്ലായിരുന്നു മിക്കവാറും. ഫുൾ ബ്ലോക്ക് ആണല്ലോ വലിയ വിളയിൽ. എന്ത് പറ്റി? വാട്ട് ഈസ് ദ റീസൺ ഓഫ് ദിസ് ബ്ലോക്ക്? ഇവിടുന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത്. ഒരു മിനിറ്റ് മാപ്പ് നോക്കിയോട്ട്. ഓക്കെ ഇങ്ങോട്ട്. ഇവിടുന്ന് കറക്റ്റ് 700 മീറ്റർ ദൂരം ഉണ്ട്. എൻ്റെ അമ്മ ഗിയറിൽ നടക്കണം, സെക്കൻഡ് ഗിയറിൽ നടക്കണം. ബൈസൺ വാറന്ന് ചുമ്മാ നിൽക്കാതെ. നിങ്ങൾ വണ്ടി ഓടിക്കണം, ഞാൻ പോകണത്തിന് എനിക്കിതിലൊരു പവറൊന്നുമില്ല. പവർ ഇല്ലെന്ന് മാത്രം പറയില്ല. പവർ 150 cc ഉണ്ടല്ലോ. പിന്നെ എന്ത്? ഇവിടെ ഫുൾ കൃഷി അരിയാണ്. നല്ല തണുത്ത ഫീലുണ്ട്. ഇവിടെയൊക്കെ പകല് വരണം, നല്ല വ്യൂ ആണ്. റൈറ്റ് ലൈറ്റൊന്നും ഇല്ലേ? അയ്യോ ഫുൾ ഇരുട്ടാണല്ലോ. ഇവിടെ വഴിയുണ്ടോ സുധീഷ്? നോക്ക്. വഴിയൊക്കെ ഉണ്ട്, ലൈറ്റില്ലെന്ന വിഷയം മാത്രമേ ഉള്ളൂ. അയ്യോ ഇപ്പുറത്ത് വയലാണ്, വീടുകളയിൽ. ഓക്കെയാണോ? സേഫാണോ? വഴിയൊക്കെ ഉണ്ട്. പോ, റോഡ് കിടക്കല്ലേ. ഇത് റോഡാ. എന്തോ കാല് കയറി പാമ്പിലാണ്. അയ്യോ ചിലപ്പോൾ വല്ല വെട്ടിലെ വാട്ടവളിനോ എന്തോരം കാല് കയറി പെട്ടെന്ന് പേടിച്ചു. വേറെ വിഷയങ്ങളൊന്നുമില്ല. മഴയാണെങ്കിൽ മാത്രം വിഷയമുള്ളൂ. ഇവിടെ വരുമ്പോൾ ഇതെന്തോ അങ്ങോട്ട് വഴിയില്ല, ഫുൾ കാട് തന്നെ. അപ്പുറത്താണ് കാണിക്കുന്നത് വീട്. ആ വീടാണ് കേട്ടോ. അപ്പം ബാക്കിൽ പോകണം. വഴി മറിക്കറി. ഈ മാപ്പ് എന്ത് ഇങ്ങോട്ട് കാണിച്ചു പിന്നെ വരാൻ വേണ്ടിയിട്ട്? വീട് അപ്പുറത്താണെന്നുണ്ടെങ്കിൽ അതിനകത്തായിരിക്കും ലെഫ്റ്റ്. ഈ വഴിയിൽ മാപ്പ് കാണിക്കേണ്ടത്. ആ വഴി കാണിച്ചു കഴിഞ്ഞാൽ എന്തോ ടാപ്പ്. ശരി വാ, ബെല്ലടിക്കാം. അവോയ്ഡ് കോളിങ്, ഓൺലി ബെല്ലിങ്. പേയ്മെൻ്റ് ആണ് കേട്ടോ. 377 വാങ്ങണം. ഈ ഒരു ചെറിയ സാധനത്തിന് 377 രൂപ. ഇവിടെ അല്ലേ? അതെ നോക്കട്ടെ, ചേഞ്ച് ഉണ്ടാകുന്ന നോക്കട്ടെ ഒരു മിനിറ്റേ. ബാക്കി 123 വരും. 2, 4, 6, 120 ഉണ്ട്. ഇനി 3 വരും. ഒരു മിനിറ്റേ, എണ്ണി നോക്കണേ. രണ്ടുണ്ട്. ഓക്കെ ശരിയാണ്. ഈ ലൊക്കേഷൻ ഫുൾ കാടുള്ള ഏരിയ കേട്ടോ. ഇങ്ങോട്ട് സൂക്ഷിച്ച് വരണം. ഏതെങ്കിലും സൈഡിൽ നിന്ന് രാജവമ്പലെ മൂർഖൻ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. സത്യം പറഞ്ഞ് നമ്മളിപ്പോൾ ആൾക്കാരൊക്കെ അല്ല, ഒരു ലക്കിയാണ് വർക്ക് ചെയ്യണത്. ദിവസവും ഒരു ആക്സിഡൻറ്റ് നടക്കാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക്, അറിയാമോ? പിന്നെ നമ്മളൊരു സ്കില്ലാണ് നമ്മൾ വെട്ടിച്ച് പോകണത് പെട്ടെന്നൊക്കെ. ഡ്രൈവിംഗ് ഫീൽഡ് എങ്ങനെയാണല്ലേ, ഇതൊന്നല്ല. അത് കാറായാലും ബസ്സായാലും ഏത് വണ്ടിയായാലും ഭയങ്കര ആപത്താണ്. കറക്റ്റാக ഓട്ടിച്ച് ഇൻഡിക്കേറ്റർ കൊടുത്ത് സിഗ്നലൊക്കെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിഷയവും ഇല്ലാതെ പോവാം. പിന്നെ എതിരെ പറഞ്ഞാൽ സൈഡിൽ നിന്ന് പറഞ്ഞാൽ ബാക്കിൽ നിന്ന് പറഞ്ഞാണ് മെയിൻ വിഷയം. അവന് കറക്റ്റ് ഓടിച്ചാൽ മാത്രമേ എല്ലാം കറക്റ്റ് നടക്കുള്ളൂ. ഇവിടെ പേരെന്താണ്? വിനോദാ? കൈവിട്. LAPG. നമ്മൾ ഫസ്റ്റ് ടൈം മീറ്റിംഗ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് ബ്ലോഗിലുണ്ട്. കണ്ടോ നമ്മുടെ വിനോദ് ബ്രോയെ? സ്വിഗ്ഗി അല്ലേ? ശരി ഓക്കെ ബൈ. ബാക്കി പോണേട്ടാ.
അപ്പോൾ വിനോദനെ കാണിച്ച് ആദ്യം കാണിക്കണമെന്ന് പറഞ്ഞ് ക്യാമറയ്ക്കകത്ത് പിന്നെ കാണിക്കാം നമ്മൾ ആൾക്കാരെ കാണിക്കാതെ പിന്നെ ആരെ കാണിക്കാം നമ്മളല്ലേ. ഓർഡറിന് അടിച്ചില്ല 7:30 മണിയായി. ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് ജിത്തു ജോജി തിരുമലയിൽ. ജിത്തു ജോജി റിച്ച് റെസ്റ്റോറൻറ്റ് റെഡി ആയാലും പ്രിപ്പയറിംഗ് ആണ്. വെയിറ്റ് ചെയ്യാം. നാടൻ ചിക്കൻ പെരട്ട് 10 ചപ്പാത്തി പേക്ഡ്. அன்பே இருவரும் புடிநடையாக மறிக்கவை வளம் வருவோம் நம் காதலை சரி செய்யவும் ചെന്നൈയും ഡൽഹിയും രണ്ടും ഊറും ദൂരത്തിലെ പിന്നെ താണ്ടിനെ അങ്ങനെയൊക്കെ പാടണം. വാരി അറിയണമെന്നുണ്ടെങ്കിൽ വായി വന്ന് പാടിക്കോണം, അത്ര തന്നെ. ഇതെല്ലാ വ്ളോഗിലും പറഞ്ഞതന്നെ. എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാ പാട്ടിനും വരി അറിഞ്ഞൂടാ. പക്ഷേ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാനും പാടാനും. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയ അവിടെ നിന്ന് 2.2 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 7:44 ആയിട്ടുണ്ട്. കൃഷ്ണ നീ എവിടെ? ഓട്ടോയുടെ ബാക്കിൽ എഴുതിക്കണ്ട. കൃഷ്ണ ഞാൻ തന്നെ, അവിടെ ഉണ്ട്. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ചിലവന്മാരൊക്കെ കാർ ഓടിക്കാൻ കണ്ട ദേഷ്യം വരും. സൈഡും തരൂല, ഇൻഡിക്കേറ്റർ റോഡിൽ എവിടെ പോകണം നമ്മൾ കണ്ടുപിടിക്കണം, നമ്മൾ ഗണിക്കണം അവൻ്റെ ജാതകം നോക്കിയിട്ട്. വേറെ വഴിയില്ല അപ്പോൾ എങ്ങോട്ട് പോകണം എന്നുള്ളതൊക്കെ. അങ്ങനെ കാർ നല്ലപോലെ ഓടിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിറയെ റോഡൊക്കെ ഉണ്ട്, ആളെ കാണില്ല ആ ഭാഗത്തൊന്നും. അവിടെ പോയി ഓടിച്ച് പഠിച്ചാൽ പോരെ. നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് നല്ല വൈബിൽ വർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ എവനെങ്കിലും വന്ന് നമ്മളെ മൂഡ് ഓഫ് ആയിക്കളയും. ഹൈറപ്പ 50 kg താജ് മഹാളി എന്നൊക്കെ അങ്ങനെ പടാൻ പാടില്ല. 130 kg ബൈസൺ മഹാളി എന്നൊക്കെ അല്ലേ ബൈസൺ? കൂടുതൽ സോപ്പിടാൻ വേണ്ട. ഓ ബൈസൺ അല്ല, അറിയാല്ലേ ഞാൻ തള്ളാണെന്നുള്ളത്. പിന്നല്ലാതെ 4 വർഷം കൊണ്ട് കാണാനില്ലേ ബൈസൺ നാനും സേന്താ മാസ്ഡാ. ഇതെങ്ങനെയുണ്ട്? ഇത് വലിയ കുഴപ്പമില്ല. ഇവിടെ അല്ലേ സെയിം ലൊക്കേഷൻ സെയിം വീട് കേട്ടാ. ഇവിടെ അല്ലേ? ഓക്കെ, ഇപ്പോൾ കിട്ടിയ പേയ്മെൻറ്റ് ചെറുതാണ്, കുഴപ്പമില്ല. അടുത്ത് തന്നെ വല്ലടിക്കും. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അർബൻ കിച്ചൺ. ചെറിയ ഓർഡർ എടുക്കണോ? അത് 20 രൂപയാണ് കേട്ടോ. എന്ത് ചെയ്യാൻ, ക്യാൻസൽ ചെയ്യട്ടാ. ക്യാൻസൽ ചെയ്യാം, വേറെ ഒന്നുമില്ല. സമയം വെറുതെ പോകും, മനസ്സിലായ? ഡെനി ഓർഡർ പോ. ഇനി ബാക്കി 2 മണിക്കൂറുള്ളൂ. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് വെയിറ്റ് ചെയ്യണം 10 മിനിറ്റ്. എന്നിട്ട് ആ ഓർഡർ എടുത്ത് കൊടുക്കുമ്പോൾ കേട്ടോ 20 രൂപയാണ് വേസ്റ്റ്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. DJ ഇമ്പീരിയൽ സൂട്ട് ശാസ്തമംഗലം. അക്സെപ്റ്റ്. ഇത് വലിയ കുഴപ്പമില്ല. ഓക്കെ, റെഡി ആയിട്ടുണ്ട് ഓർഡർ. താഴത്തെ പാർട്ടി കേട്ടാ, എല്ലാം കാണും. വെള്ളോടിയും ബീറടിയൊക്കെ പോയ ഒരു ബീർ കിട്ടും. 4611. ഇത് തന്നെ നല്ല വെയിറ്റുള്ള കഥമാണ്. തുറക്കാൻ തന്നെ 5 കിലോ ആരോഗ്യം വേണം. ഡോഗേഷ് എന്താണ്? നിനക്കൊടൊന്നുമല്ല കസ്റ്റമറുള്ളത്, എനിക്ക് കഴിക്കാൻ പറ്റില്ല. എവിടെയാണ് നിനക്ക്? വണ്ടി ലുക്കിൽ സള്ള ഒരു രക്ഷയില്ല. ബൈസൺ നീ വേറെ ലെവൽ കേട്ടാ. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വലിയ വിളയാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 3.8 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 8:05 ആയിട്ടുണ്ട്. എവിടെ നിന്നാണ് ഞാൻ ഓർഡർ അടിച്ച് വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചയക്കുകയാണ്. കൊള്ളാം. ഇന്നത്തെ സോൺ ഫുൾ തിരുമല, പേയാട്, മലയങ്കിലായിരിക്കും. അപ്പോൾ ഒരു ചെറിയ പ്രൊമോഷൻ പറയാൻ പോവാണ് എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട്. 30 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടി നല്ല അഫോർഡബിൾ റേറ്റ് സൂപ്പറായിട്ട് ചെയ്ത്. അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള എല്ലാ ബെനിഫിറ്റും അടങ്ങി നല്ലൊരു പാക്കേജിൽ, അതും കുറഞ്ഞ റേറ്റിൽ സൂപ്പറായി ചെയ്ത് കൊടുക്കുകയാണ്. വെറും ഇൻഷുറൻസ് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ക്ലൈമറ്റ് ആവശ്യം വരാൻ നേരത്തെ ഞങ്ങൾ സൈഡിൽ നിന്ന് ഫുൾ സപ്പോർട്ട് നിങ്ങൾ കൂടെ എപ്പോഴും കാണും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ Instagram ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് DM ചെയ്താൽ മാത്രം മതി, എല്ലാം സെറ്റാക്കി തരാം. ആട്ടോ ഒണ്ണ. ശരി, കുഴപ്പമില്ല. അങ്ങനെ പതുക്കെ അറിയോ, നമ്മൾ പതുക്കെ പോകണം. ഇതൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. ചില അവന്മാർ പെട്ടെന്ന് കറിക്കളയും. ഓക്കെ, ലൊക്കേഷൻ എത്തിയാൽ നോക്ക്, മാപ്പ് നോക്ക്. ഓ സുധീഷ്, കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെ കണ്ടുപിടിച്ചത്? അതൊക്കെ ഒരു ഇതാണ്, ഇൻഡ്യൂഷൻ എന്ന് പറയില്ല എന്തോ ആ സംഭവം തന്നെ. ഒന്ന് വെയിറ്റ് ചെയ്യണം, കയറി പൊക്കോട്ടണ. ഇവിടെ അല്ലേ ആൽമ? ഓക്കെ, ശരിയാണ്. ഓക്കെ, ഓർഡർ ഡെലിവർ പോകുന്ന വണ്ടിയുടെ സ്പീഡിൽ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ ക്രോസ് ചെയ്യണം. ഭയങ്കര ഡേഞ്ചറാണ്. വെരി ഡേഞ്ചറസ് ഏരിയ ഓഫ് വലിയവിള ലൊക്കേഷൻ. അണ്ണന്മാരെ പെട്ടെന്ന് പോണവന്മാരൊക്കെ. ആ കയറി ബൈസൺ. എന്നെ ചുമ്മാ വിളിക്കണം ആവശ്യമില്ല. ചുമ്മാ ഒരു ധൈര്യത്തിന് വിളിച്ചതിനെ. എനിക്ക് വേറെ ആരുണ്ട്, നീ മാത്രമേ ഉള്ളൂ ഇവിടെ. ഓ അങ്ങനെ സെന്റിമെന്റൽ ടച്ച് ചെയ്ത്. ബൈസന്റെ വോയിസ് ഇത്തിരി കനമാണ്, പക്ഷെ ആള് നല്ല സോഫ്റ്റ് ആണ്. കൂടുതൽ സോപ്പ് ഇടുന്ന കളർ പോവും. നിന്റെ കളർ നീ പോകാനൊന്നുമില്ല. പഴയ പോളിസിയൊക്കെ പോയട്ടെ ബൈസന്റെ. പാവം വണ്ടി എടുത്തപ്പോൾ എന്ത് തിളക്കമായിരുന്നു, മുട്ടായ പോലെ ആയിരുന്നു. കുറേ പണിയുണ്ട്, എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പഴയ പോലെയാവും. കുറച്ച് പൈസ വരട്ടെ, ബൈസൺ നിന്നെ സൂപ്പർ ആക്കി തരാം കേട്ടാ. ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. തറവാട്ടിൽ റെസ്റ്റോറൻറ്റ് തനിമ. ഓ ഇതുപോലത്തെ ഓർഡർ അടിക്കണം 100 രൂപയ്ക്ക്. ചുമ്മാ 20-30 അടിച്ച് എന്ത് ചെയ്യാൻ പോണ്? തറവാട്ടിൽ തനിമ റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടുണ്ടോ? ഇല്ല, പ്രിപ്പയറിംഗ് ആണ്, വെയിറ്റ് ചെയ്യാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട് ഓർഡർ. 2443 ബട്ടർ ചിക്കൻ. ഇത് തന്നെ ബസ് വന്നേ. ബസ് ബസ് സ്റ്റോപ്പ് പ്രശ്നം. അപ്പോൾ പയ്യെ പോകണം. ഓടല് വണ്ടികളൊക്കെ വരും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പേയാടാണ്. ഇവിടുത്തെ കറക്റ്റ് 8.5 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 8:34 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഓർഡർ കംപ്ലീറ്റ് അടിക്കാനുള്ള പേയാട് മലയങ്കീഴ് ഭാഗത്താണ്. നമ്മൾ എത്ര പ്രാവശ്യം ഇങ്ങോട്ട് വന്നാലും തിരിച്ച് ഓർഡർ അടിച്ച് അങ്ങോട്ട് പറഞ്ഞയക്കും. അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് നല്ലത്. അവിടെ നിന്നാലും ഇങ്ങോട്ട് ഓർഡർ അടിക്കുകയില്ലേ. എന്തൊരു ബാക്കിൽ നിന്ന് ഓടിക്കണം, വണ്ടി പോയിക്കൊണ്ടിരിക്കുകയില്ലേ. എന്തോ കാണിക്കണം, വണ്ടി ഫ്രണ്ടിൽ പോയാലും നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഓടിച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ലോറി പോവേയില്ലേ. അപ്പോൾ എല്ലാ വണ്ടി ഇതിൻ്റെ ബാക്കിൽ നിന്ന് പതുക്കെ പോകാൻ പറ്റുള്ളൂ. ബാക്കിൽ നിന്ന് ഓടിച്ച് കാര്യമില്ല. ഈ ലോറി സ്പേസ് തരണം, എങ്കിലും നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ എൻ്റെ
ഫേവറേറ്റ് ഏരിയയാണ്. എത്ര വട്ടം വന്നാലും മടുക്കൂല. അതെന്താണ് ഇങ്ങ് പേയാട് മലയങ്കീഴൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരേ വിഷയം തിരിച്ച് കാലടിച്ച് പോകണം. പണ്ടൊക്കെ സ്ഥിരം ഇങ്ങോട്ട് ഓർഡറാണ്. ഇപ്പോൾ എന്തോ അടിക്കണേ ഇല്ല. ഇപ്പം മാക്സിമം അടിക്കണമെല്ലാം ടെക്നോ പാർക്കിന്. ഈ നമ്മൾ ടെക്നോ പാർക്ക് അഴക്കൂട്ട സോണൊക്കെ അടിക്കുന്ന നേരത്തെ ലാസ്റ്റ് ഓർഡർ കൊടുത്തിട്ട് അവിടെ തിരിച്ച് വീട്ടിൽ പോകുന്ന നേരത്തെ 18 കിലോമീറ്ററാണ് പോകുന്നത് ഒരു ദിവസം. വല്ലപ്പോഴാണെങ്കിൽ പോട്ടെന്ന് നോക്കിയാൽ ഇപ്പോൾ ആഴ്ചയിൽ ഒരു 5 ദിവസം അവിടെ ആയിരിക്കും. ബാക്കിയുള്ള 2 ദിവസമാണ് ഇങ്ങോട്ട് അടിക്കണത്. ഇപ്പോൾ വീട്ടിൽ പോയി 7 കിലോമീറ്ററാണെങ്കിൽ പോട്ടെന്ന് നോക്കിയാലും ദിവസം ഒരു 15-17 കിലോമീറ്റർ പോകണമെന്നുണ്ടെങ്കിൽ അത് നഷ്ടമല്ലേ നമുക്ക് പെട്രോളിന്. ഒന്നാമത് പെട്രോൾ വില കൂടി കിടക്കുകയാണ്. അതിനിടയ്ക്ക് ലാസ്റ്റ് ഓർഡർ അങ്ങോട്ട് അടിച്ചു തരണം. ആഹാ, ഈ റോഡ് കണ്ട എന്ത് രസമായിരിക്കണം വണ്ടി ഓടിക്കാൻ. അധികം വണ്ടികളും ഇല്ല, റോഡ് സ്മൂത്ത് ആയിരിക്കണം, നല്ല തണുപ്പുമുണ്ട്. ഭയങ്കര വൈബിൾ ആയിരിക്കണം ഇതൊക്കെ. ഇവിടെയൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മനസ്സിനകത്ത്. ഓക്കെ, ഇപ്പോൾ വീട് ഇതായിരിക്കും. ഈ ഓട്ടോ ഓടുന്ന വീടാണോ? മുടുക്കിനകത്തുണ്ടാ അവിടെയാണോ? നിഖിലല്ലേ? ഓക്കെ, മണിയിപ്പോൾ കറക്റ്റ് 9 മണിയായി. ഇനി 1 മണിക്കൂർ സമയമുണ്ട്. ഈ 1 മണിക്കൂറിൽ എത്ര ഓർഡർ കിട്ടും? സിറ്റിക്കകത്ത് പോകുമ്പോൾ 1/2 മണിക്കൂറാവും. പിന്നെ ആപ്പടെ 2 ഓർഡർ കിട്ടുള്ളൂ. കാലി അടിച്ച് പോണ്, 10 കിലോമീറ്റർ കാലി അടിച്ച് പോണ്. ഈ ഒരു ഒറ്റ വിഷയമാണ് സത്യം പറഞ്ഞാൽ പിടിക്കാത്തത്. ഇപ്പോൾ നോക്കിയാണ് തിരുമല ജംഗ്ഷനിൽ പോകുമ്പോൾ അടുത്ത ഓർഡർ അടിക്കാൻ ചെയ്യും. സെയിം ഇതേ ലൊക്കേഷൻ അടിച്ചിരുന്നു. നോക്കിയോ, കാലി അടിച്ച് കാലടിയിൽ പോണ്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അർബൻ കിച്ചൺ തിരുമല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരുമല എത്തുമ്പോൾ ഒരു ഓർഡർ അടിക്കുകയും ചെയ്യും. ആ ഓർഡർ നേരെ പോകുന്നത് മലയങ്കീഴാക്കി. ഇന്നത്തെ വൈബ് ഫുൾ മലയങ്കീഴ് വൈബാണ്. അങ്ങനെയൊക്കെ വൈബ് ഉണ്ടാക്കണം നമ്മൾ. അർബൻ കിച്ചൺ ദോത്തി സംഭവം എന്താ പറയുമ്പോൾ ഈ തിരുമല മലയങ്കീഴ് ഭാഗത്ത് റെസ്റ്റോറൻറ്റ് കുറവാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ അടിച്ച് പോകാമായിരുന്നു. ശരി, കുഴപ്പമില്ല, ഓർഡർ റെഡിയായി. വാ എടുക്കാം. 7226 കേരള പൊറോട്ട ബീഫ് റോസ്റ്റ്. ആഹാ, ഫേവററ്റ് ഐറ്റം ഉണ്ട്. ഓർഡർ പിക്ക്ഡ്. സംഭവം ഈ പൊറോട്ടയും ബീഫും ഹൈ കലോറീസ് ആണ്. 3 പൊറോട്ടയും ഒരു ബീഫും കഴിച്ചു കഴിഞ്ഞാൽ ഒരു 1500 കലോറീസ് കയറും ബോഡിയിൽ. പെട്ടെന്ന് ഫാറ്റ് ആവും. അപ്പോൾ അതൊക്കെ നോക്കി വേണം നമ്മൾ കഴിക്കേണ്ടത്. ഫാറ്റ് റിമൂവ് ചെയ്ത് ബീഫ് കഴിക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ ഇങ്ങോട്ട് പോകേണ്ട ലൊക്കേഷൻ ഉളംപാറയില്ല. ഉളംപാറ മറ്റേ അവിടെ പേരൂർ കടയിൽ. കുഴപ്പമില്ല, അതും ദൂരം തന്നെയല്ലോ. ഇവിടെ ശരിക്കും പാറ്റുകളാട്ടോ ഈ ഭാഗത്ത്. എൻ്റെ അമ്മോ, സംഭവം ഇവിടെ ഓടയുണ്ട്, ഡ്രെയിനേജ്. അപ്പോൾ അതിൽ നിന്ന് വരെയാണ്. ഇവിടെ 7 പാറ്റ വയ്ക്കണം. അവിടെ 5-6 പാറ്റകൾ. എല്ലാം കൂടെ മൊത്തം ഒരു 30 പാറ്റ കാണും. അപ്പോൾ ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ എത്ര പാറ്റയായിരിക്കും. ഉമ്മോ, കോക്രോച്ച് ജനതാ പാർട്ടി ആയിരിക്കും മിക്കവാറും കേട്ടോ. പാറ്റ പോണണ്ട. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പാറ്റ ഇഷ്ടമില്ല, അലർജിയാണ്. ഒരുമാതിരി എന്ത് പറയാം, പെട്ടെന്ന് പറഞ്ഞ് ദേഹത്ത് കയറി വരും. ഇഷ്ടമില്ലത്. ഞാൻ ഉടനെ അടിച്ചു പോലും. അപ്പം തന്നെ ഇതിൻ്റെ സ്മെല്ലും ഇതിൻ്റെ കാലും കൈ മുള്ളായിരിക്കും. ഈ പാറ്റ, വലിയ വലിയ വണ്ടുകൾ, കടന്തകൾ, ഇതുപോലത്തെ ഈ എല്ലാ ഐറ്റവും എനിക്ക് ഒരുമാതിരി ഒരു കണ്ട അലർജിയാണ്. ഇതൊക്കെ എൻ്റെ വീട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ അടിച്ചു പോലും എന്തായാലും ഉറപ്പാണ്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. പോലീസുകാർ നോക്കണം നമ്മളെ. അപ്പോൾ നമ്മളും പോലീസായിട്ട് ചെറിയൊരു വാക്ക് തർക്കം ആയിട്ടുണ്ട് ഒരു വിഷയമായിട്ട്. അതൊക്കെ സോൾവ് ആക്കി കിടക്കുകയാണ്. എന്നാലും ഒരു വിഷയമായിട്ട് നമ്മൾ പോകുമ്പോൾ ആ പഴയ റിവെഞ്ച് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും വിഷയമായിട്ട് സ്റ്റേഷനിൽ പോകാൻ നേരത്തുള്ള ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അതെന്തായാലും ദൈവം വരാതെ നോക്കണം. അത്ര തന്നെ നമ്മൾ ഇതുവഴി പോകേണ്ടത്, പേരൂർക്കടയിലേ പോകേണ്ടത്. അപ്പോൾ ഇതുവഴി റൈറ്റ് കയറണം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഉളംപാറയാണ്. ഇവിടുത്തെ കറക്റ്റ് 6 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മൾ ഓക്കെ, വി ഹാവ് ആൾമോസ്റ്റ് റീച്ച് ദ ലൊക്കേഷൻ ഓഫ് കസ്റ്റമർ. ഇവിടെ നിന്ന് കറക്റ്റ് 230 മീറ്റർ ദൂരം വെള്ളത്താറായി. സത്യം പറഞ്ഞാൽ മഴ ഇല്ലെന്നുണ്ടെങ്കിലേ വ്ളോഗ് വെറും ഡ്രൈ ആയിരിക്കണം അല്ലേ, ഒന്നുമേ ഇല്ല പറയാനായിട്ട്. പക്ഷേ നമ്മൾ മഴയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവാം. ഓക്കെ, ഇവിടെ നിന്ന് റൈറ്റിലാണ് പോകേണ്ടത്. ബാക്കിൽ വണ്ടി പറഞ്ഞു പോയി ഹൗസ് നമ്പർ 169. ഇവിടെ ഓർഡർ ചെയ്താ ഇവിടെ തന്നെ. ഓക്കെ ശരി. മണി ഇപ്പോൾ കറക്റ്റ് 9:44. ഇനി അടുത്ത ഓർഡർ അടിക്കാൻ ചാൻസ് ഉണ്ട്. എടുക്കണോ വേണ്ടേ? നമുക്കൊരു കാര്യം ചെയ്യും, ഒന്നുകൂടെ എടുത്ത് ഓടിയാലോ? എന്ത് പറയുന്നത്, സമയം കിടക്കല്ലേ. ഐശ്വര്യ ആവശ്യമുണ്ടല്ലോ. ഇൻസെൻറ്റീവ് ആണ് കുറവ്. ആ ഒരു ഒറ്റ വിഷയം കാരണം ഓടാൻ തോന്നുന്നത്. പഴയ പോലെ ഒരു 100 രൂപ ഇൻസെൻറ്റീവ് തന്നെ കൊള്ളായിരുന്നു അല്ലേ. 75 രൂപ തരണം. പെട്രോൾ അടിക്കാൻ 115 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ. ഇൻസെൻറ്റീവ് തരണം 75 രൂപ. ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. DJ ഇമ്പീരിയൽ ഫുഡ്സ്. നേരത്തെ പോയ റെസ്റ്റോറൻറ്റ് തന്നെ, ശാസ്ത്രമംഗലത്ത്. എന്തായാലും കുഴപ്പമില്ല. ഈ ഓർഡർ മിക്കവാറും നമ്മളെ ഏരിയ ഭാഗത്തായിരിക്കും. അപ്പോൾ ഈ ഓർഡർ കൊടുത്ത് നേരെ ആ വഴി വീട്ടിലേക്ക് പോകാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. 4050 ശരി. ഓക്കെ, ഓർഡർ പിക്ഡ് പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പേടാണ്. ഇവിടുന്ന് കറക്റ്റ് 6.4 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 10 ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ വീക്കെൻഡും വീട്ടുകാർക്ക് റീൽസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് മെനക്കെട്ട പണിയാണ്. ആദ്യം സ്റ്റോറി റെഡിയാക്കണം, പിന്നെ ഡയലോഗ് ശരിയാക്കണം, പിന്നെ അത് കറക്റ്റ് സ്ക്രീൻ പ്ലേയിൽ കൊണ്ടുവന്ന് നല്ല എൻഗേജിങ് ആയിട്ടുള്ള വീഡിയോ ആക്കണം. ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റിനകത്ത്. അതാണ് വിഷയം. ഓക്കെ, ഇവിടുന്ന് റൈറ്റിലാണ് പോകേണ്ടത്. റോഡ് വലിയ കുഴപ്പമില്ല, വിഷയമില്ല. പോട്ട്. ഇവിടെയൊക്കെ പണ്ട് ഫുള്ള് കാടായിരുന്നു. ഇപ്പോൾ ഇഷ്ടം പോലെ വീട് വന്നു കേട്ടോ. കാടൊക്കെ നാടായി ഇപ്പോൾ. ഇവിടെയാണോ? ഓക്കെ, ഇവിടെ സിം കുറിയാക്കോസ് അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, ഓർഡർ ഡെലിവറി പോന്നാ. നീ പോണ വഴിക്ക് കുറേ സാധനം വാങ്ങാനുണ്ട്. പാലും മുട്ടയും തേങ്ങയൊക്കെ. അതൊക്കെ വാങ്ങിച്ച് ആ വഴി വീട്ടിൽ പോവാം. ഓക്കെ, സംഭവം വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടെന്ന് നോട്ടെ. ഡൊപ്പിരി ഉണ്ടോ? 1 കിലോ വേണ്ടി വരും. ചോറിനുള്ളതാണ്. 4 പാല്, മുളക് പൊടി, മുളക് പൊടി, ഒരു ഗുഡ് ഡേ ബിസ്ക്കറ്റ് 1 10-ന്റെ. ആണ്ടേ ഫേമസ് ആവണ്ടേ? വേണ്ട. ഓക്കെ, ഇനി എന്തൊക്കെ ഉണ്ട്? സ്നാക്സ്, പാമ്പേഴ്സ് ഉണ്ടോ? സ്മോള്. ക്ലാരിറ്റി സൂപ്പറാണ്. HD അല്ലേ? 2K 4K ഉണ്ട്.
സത്യം പറഞ്ഞാൽ ഓരോ റീച്ച് വരുന്നതോറും നമ്മൾ വിചാരിക്കും വലിയ സംഭവമാണ്, പക്ഷെ അത് എത്തുമ്പോൾ ഒന്നും അല്ല. നമ്മൾ ഇനിയും കുറേ പോകാനും തോന്നിക്കൊണ്ടിരിക്കും ഓരോ പ്രാവശ്യം. ഇന്നത്തെ വ്ളോഗിൽ കാണിക്കണമുണ്ട് എപ്പറ കാണിക്കണ്ടല്ലോ. ഓക്കെ ശരി ശരി. ഇത് കൊള്ളാം, ലുക്കുണ്ട്, കളറായിരിക്കും ക്യാമറയ്ക്കകത്ത്, അങ്ങനെയൊന്നുമില്ല. അത് ഓക്കെ എന്തോന്നു പ്രായം തന്നെ സാധനം ഓട്ടോമാറ്റിക്കാണ് വീണ്. ശരിയാ പോട്ടാ, ഗുഡ് നൈറ്റ്. ഓക്കെ എന്നാ ഓക്കെ പോന്നാ. അങ്ങനെ സാധനം പർച്ചേസ്ഡ്. ലുക്കുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആണ്ടേ ഫേസ് കാണിക്കണ്ടല്ലോ. ഓക്കെ ഓക്കെ. നല്ല വെയിറ്റ് ഉണ്ടല്ലോ സാധനത്തിന്, 5-6 കിലോ ഉണ്ടെന്ന് തോന്നട്ടോ. അപ്പോൾ കാണുന്നുണ്ടാ കൈയോട് മിണ്ടാതെ പോണെന്നിന്, മിണ്ടാതെ പോണെന്നിന്. ഓക്കെ ഓക്കെ വോയിസ് അല്ലേ നമ്മളോണ്ട് ഇത് തന്നെ. ഓക്കെ ഓക്കെ ശരി ശരി. എവിടെ താമസിക്കുന്നത്? തിരുമല കുന്നപ്പുഴ അടുത്തിനെ. ഓക്കെ വീട്ടിൽ പോകുന്ന ജോലി കഴിഞ്ഞ് പറഞ്ഞ വഴിയാ? ഓക്കെ ഓക്കെ. എല്ലാവരും സുഖമാണോ വീട്ടിലെല്ലാവരും? ശരി ഓക്കെ. ഇന്നത്തെ വ്ളോഗിലുണ്ട് കാണാൻ കുഴപ്പമില്ല, കിടക്കട്ടല്ലേ. ഇപ്പോൾ LAPG പറ. LAPG നമ്മളാ ഇതാണ് ശ്ലോകമാണത്. LAPG ലൈഫ് അടിച്ച് പൊളിക്കണം. ഓക്കെ ബൈ. പോടാ. ബ്രോയുടെ പേരെന്താണ്? കിച്ചു. ഓക്കെ ശരി എന്നാൽ. അങ്ങനെ കിച്ചുവിനെ പരിചയപ്പെട്ട് നമ്മൾ ആൾക്കാരിൽ ഒരാൾ സന്തോഷമായി. ഓക്കെ വീട്ടിക്ക് വന്നാച്ചു. അപ്പോൾ ഇന്നത്തെ കാപ്പി എന്ന് പറഞ്ഞത് ഗോതമ്പ് ദോശ ആൻഡ് ചമ്മന്തി. കഴിക്കാം. കാമോൺ. ഫുള്ളി ഡയറ്റി ഫുഡാണ്. ഇങ്ങനെ കഴിച്ച് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിറ്റ് പോയി. ഇങ്ങനെയൊന്നുമില്ല, ഇന്നിത് കഴിക്കണം. കലോറീസ് ആണ് നോക്കേണ്ടത് മെയിനായിട്ട്. 2000 കലോറീസിനകത്ത് കഴിക്കണം. പിന്നെ അതിന് മെയിനായിട്ട് പ്രോട്ടീൻ കൂടുതൽ വേണം. ഇതാണ് മെയിൻ ഫോക്കസ്. ഓക്കെ. അപ്പം രാത്രി 4 ദോശയുള്ളൂ. പണ്ടൊക്കെ 7-8 കഴിക്കുമായിരുന്നു. ഇപ്പോൾ 4 ദോശയിലോട്ട് ആക്കിയിട്ടുണ്ട്. 4 3 മാറും. കാരണം മുട്ട ഓംലെറ്റ് ഉണ്ടെങ്കിൽ ഞാൻ 3 കഴിക്കുള്ളൂ. ഇപ്പം ആ മുട്ട ഇല്ലാത്തതുകൊണ്ട് 4 ആക്കി. ഓക്കെ. ആദ്യം ഒരു വലിയ പീസ് ദോശ പിച്ചെടുക്കുക, എടുത്തിട്ട് ചമ്മന്തി മുക്കുക, മുക്കിയിട്ട് ഇപ്പോൾ അത്ര വേറെ പറയാനില്ല. പഴയ ഓടി പഴയ പുള്ളി അണിസൊന്നുമില്ല. ഫുൾ തേപ്പാണ് കാണിക്കണേക്കാം. കുറച്ച് മഴ പെയ്താൽ മതി, എല്ലാം ശരിയാവും. ദൈവമേ പെട്ടെന്ന് കുറച്ച് മഴ, കുറച്ച് മഴ, വലിയ ഹെവി അല്ലേ, കുറച്ച് നമുക്ക് സർജന് വേണ്ടിയിട്ട്. അതിനെ കൂടുതൽ മഴ ചോദിച്ചു കഴിഞ്ഞാൽ പ്രളയം ഉണ്ടാകും. അതുകൊണ്ട് കുറച്ച് മഴ മതി, ജസ്റ്റ് ഒന്ന് ഷവർ പോലെ. ഓക്കെ. നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്ത് ഇൻഷുറൻസ്, പിന്നെ വണ്ടി ഇൻഷുറൻസ് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. ഓക്കെ. സെറ്റാക്കി തരാം. അപ്പോൾ അതിന് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും കുറച്ച് നേരം സെൻഡ് അടിക്കുക, നെക്സ്റ്റ് എപ്പിസോഡ് മൂവ് ഓൺ ആകുക, മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. കാരണം ഒരൊറ്റ ലൈഫിലേ ഉള്ളൂ. അപ്പോൾ മാക്സിമം അടിച്ച് പൊളിക്കണ്ടേ. കമോൺ ഗൈസ്, കറക്റ്റായി നിൽക്കണം. LAPG.